പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമായ പീഡനത്തെക്കുറിച്ചുള്ള പരാതികളാണ് സംഘർഷത്തിലെത്തിച്ചത്. പരിക്കേറ്റ 4 വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1-ാം വർഷ വിദ്യാർത്ഥികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 11 പേരെ സസ്പെൻഡ് ചെയ്തത്. ഹോസ്റ്റൽ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുകയും ചെയ്തു. SFI പ്രവർത്തകരാണ് റാഗിങ്ങിന്റെ പിന്നിലെന്നാണ് ഇരകളായവർ പോലീസിലും മനുഷ്യാവകാശ കമ്മീഷനിലും നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. SFIയുടെ നിയന്ത്രണത്തിലാണ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നതെന്നും SFIക്കെതിരെ ശബ്ദിച്ചാൽ തല്ലണമെന്നും ആവശ്യപ്പെടുന്നു. ബസ്സിൽ വെച്ച് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നത്, സ്വയംഭോഗം, ബലാത്സംഗം തുടങ്ങിയവ അഭിനയിച്ചു കാണിക്കണമെന്നും നിർബന്ധിക്കുന്നു. ഹോസ്റ്റൽ മെസ്സിൽ ഭക്ഷണം എത്തിക്കുമ്പോൾ അടിവസ്ത്രം ധരിക്കരുത്, കുളിക്കുമ്പോൾ ബാത്റൂമിന്റെ വാതിൽ പൂട്ടരുത് തുടങ്ങിയ വിചിത്രമായ നിബന്ധനകളുണ്ടെന്നും പരാതിയിലുണ്ട്. റാഗിങ്ങിന് നേതൃത്വം നൽകുന്ന 19 വിദ്യാർത്ഥികളുടെ പേരുകൾ പരാതിയിലുണ്ട്. എന്നാൽ ഭയം മൂലം ഇരകളായ ആരുടെയും പേരുകൾ പരാതിയിലില്ല. അതേസമയം റാഗിങ്ങിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആർട്സ് ക്ലബ് സെക്രട്ടറി സന്ദീപ് അടക്കം കുറേ പേരുണ്ടായി, 10-30 പേരുണ്ടായി. അവരെല്ലാം ആയുധം കൊണ്ടായി, വടിയുണ്ടായിരുന്നു, ഇരുമ്പുണ്ടായിരുന്നു, വന്ന് കൂടുതൽ ആക്രമിക്കും, ഹോസ്റ്റലിൽ കയറി മർദ്ദിക്കുകയത്. പരിക്കേറ്റ വിദ്യാർത്ഥികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മീഡിയ 1 കൊച്ചി.